നിങ്ങളുടെ ഭാര്യയാണ്, വെപ്പാട്ടിയല്ല. ഞാനും വല്ലവനൊന്നുമല്ലോ, ഇത് കെട്ടിയതല്ലേ? കെട്ടിയവനാണെന്ന് കരുതി ഇതിന് തോന്നിയ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അപ്പോഴേക്ക് എന്താ തിരക്ക്? പെണ്ണും പിള്ളയുടെ ഓർമ്മ വന്നോ? ആ മൂതയെ പറ്റി എന്നോട് സംസാരിക്കുന്നതിനോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്? അല്ല, തിരക്കൂട്ടിയതുകൊണ്ട് ചോദിച്ചതാ. അതൊക്കെ ടെക്നിക്കൽ ലേഡി. എനിക്ക് നീയാണ് ജീവനും ലോകവും എല്ലാം. ഇവിടെ കോപത്തില അറിയാം, നീ ദേഷ്യപ്പെടുന്ന എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ അത് അവർക്കറിയില്ലല്ലോ. അതിനെ മുത്തശ്ശിയുടെ ഭർത്താവ് ദാദാ അമ്മാവന്റെ വീട്ടിലേക്ക് പോയ പിന്നെ എന്നെല്ലാം മറന്നുപോയാലോ കഴിവറിയെന്നും പറഞ്ഞ് ചന്തമുക്കിൽ വെച്ച് എന്നെ കെട്ടിപ്പിടിച്ച് ഒത്തിരി കരഞ്ഞു. ശരി, വീട്ടിൽ പോയി എല്ലാരും ഒന്ന് കണ്ടിട്ട് വരാന്ന് കരുതിയ ഊണ് കഴിച്ചിട്ടേ പോകാം. ഒന്ന് മുത്തശ്ശിക്കാണ് ഒരേ പിടിവാശി. കഴിച്ചിട്ട് അരക്കാനും വയ്യ, മധുരിച്ച് തുപ്പാനും വയ്യാന്ന് പറഞ്ഞ മാതിരി. നിങ്ങൾക്കത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഏത്? എന്തൊക്കെയായാലും ഒരു വേണ്ടപ്പെട്ടവരല്ലേ? അവരിവിടെ കൂട്ടിട്ട് വന്ന് 4-5 ദിവസം സൽക്കരിച്ച് അയച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതിനെന്താ, ഇനിയൊരു ദിവസം അവരെ കൂടെ വിളിച്ചാ പോരെ? അതിരിക്കട്ടെ, നീ ഭക്ഷണം കഴിച്ചോ? നിങ്ങളില്ലാതെ എന്തെങ്കിലും ഞാൻ കഴിച്ചിട്ടുണ്ടോ? അത് ശരിയാ, ഞാൻ മതേന വല്ലതും കഴിക്കാം. ചേട്ടാ, നമുക്ക് എപ്പോഴാണ് കുഞ്ഞു പിറക്കുക? അതെനിക്കെങ്ങനെ അറിയാം? എന്തേത്? ഇവളുടെ മൂടത്ര ശരിയല്ലല്ലോ, എന്താ ചെയ്യാ? അയ്യോ തലവേദന, അയ്യോ. എന്താ ചേട്ടാ? മുത്തശ്ശിയുടെ കിട്ടുന്നേ ഉണ്ടായിരുന്നു, സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇതാ വരുന്നു. അയ്യോ കാമാക്ഷി, ഇപ്പൊ ഞാൻ കാണിച്ചു തരുന്നത് നന്നായിട്ട് നോക്കിക്കോ. നോക്കുന്നുണ്ടല്ലോ. ഇതേമാതിരി നീ ഇപ്പൊ കാണിക്കണം, മനസ്സിലായോ? എടാ മരമണ്ടൂസേ, നീ ചെയ്ത ഏതവനാടാ നോക്കുന്നേ? എന്നെ പണങ്ങരുത്, അക്കച്ചിനടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കും. മോനെ പൊന്നുകുട്ടാ, ശീർഷാസനം ചെയ്യുന്നത് ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ. കാമാക്ഷി ചെയ്യുന്നത് നീ ചെയ്യരുത് മോനെ. വാ പറഞ്ഞുതരാം. ആ ഇവിടെ ഇരിക്കേ, കാല് രണ്ടും മടക്കി പിടിക്കേ, കൈ മുമ്പോട്ട് നീട്ടിപ്പിടി, നെഞ്ച് നന്നായിട്ട് വിരിച്ചു പിടി, കണ്ണ് രണ്ടും അടച്ചോ, മിണ്ടാതെ അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കേ. ഇതിന്റെ പേരാണ് പത്മാസനം. ഇരിക്കടാ അവിടെ. ഇവന്റെ ഒരു കാര്യം മണ്ടൻ. ആ ഇനി നമുക്ക് ആരംഭിക്കാം മോളെ. ഈ ഒറ്റ ആസനമുള്ള, എനിക്ക് വേറെ ആസനം ഇല്ലേ? എന്താ ഇല്ലാത്ത? കനകാസനമുണ്ട്, രോഷാസനമുണ്ട്, പുഷ്പാസനമുണ്ട്, എല്ലാം നിനക്ക് ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നീ ആദ്യം ഇത് ചെയ്.